അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്കേപ്പ് വന്നിട്ട് ഒരു ഓപ്പൺ സോഴ്സും ഒരു ഫ്രീ ആയിട്ടുമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, മാറ്റം വരുത്താം, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാം. അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്കേപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. ഇൻസ്കേപ്പ് വന്നിട്ട് 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസും നമ്മുടെ ലിനക്സും പിന്നെ മാക്കിൻടോഷിനുമാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വിൻഡോസിലും ലിനക്സിലും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ കയ്യിൽ മാക്കിൻടോഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്കിൻടോഷിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് കാണിച്ചു തരുന്നതിൽ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ആ സോഫ്റ്റ്വെയർ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വൈറസോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടായിരിക്കാം. നമുക്കത് പിന്നെ വലിയ തലവേദനയായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഏതൊരു സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്കേപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇൻസ്കേപ്പ്.org. ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ലിനക്സ് കാണിച്ചിട്ടുണ്ട്, വിൻഡോസ് കാണിച്ചിട്ടുണ്ട്, മാക്കിൻടോഷ് കാണിച്ചിട്ടുണ്ട്, പിന്നെ സോഴ്സ് എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ സോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വിൻഡോസിലേക്ക് കിടക്കാം, അല്ലേ? നമുക്ക് വിൻഡോസിനാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. പിന്നീടാണ് നമുക്ക് ലിനക്സിലേക്ക് പോകേണ്ടത്. നമുക്ക് വിൻഡോസിൽ നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വിൻഡോസിൽ ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സിസ്റ്റം വന്നിട്ട് 64 ബിറ്റ് ആണോ അല്ലെങ്കിൽ 32 ബിറ്റ് ആണോ എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മിക്കവാറും ഇപ്പോൾ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വിടാം, നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം വന്നിട്ട് അതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് 64 ബിറ്റ് ആർക്കിടെക്ചർ ആയിരിക്കും. ഇച്ചിരി കുറച്ച് പഴയ സിസ്റ്റമാണെങ്കിൽ മിക്കവാറും 32 ബിറ്റ് ആർക്കിടെക്ചർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിൻഡോസിൻ്റെ 32 ബിറ്റ് ആയിരിക്കും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 32 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇനി അതല്ല 64 ബിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ 64 ബിറ്റ് ആർക്കിടെക്ചർ എടുക്കുക. ഇപ്പോൾ ഇത് സിസ്റ്റം പ്രോപ്പർട്ടീസിനും മറ്റും ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ കരുതുന്നത് നിങ്ങളുടെ എല്ലാം സിസ്റ്റം മിക്കവാറും 64 ബിറ്റ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 32 ബിറ്റ് എന്ന് പറയുന്നതിൻ്റെ കാലമൊക്കെ എന്നേ കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 64 ബിറ്റ് എടുക്കാം. 64 ബിറ്റ് എടുക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ പിന്നെയും ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കി വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം കാണിച്ചിരിക്കുന്നത് installer.x ഫോർമാറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ MSI ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റാളിങ് ഫോർമാറ്റ് ആണ്. ഇത് ഒരു വിൻഡോസിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫോർമാറ്റായിട്ട് വരും. പിന്നുള്ളത് കംപ്രസ്ഡ് ആർക്കൈവ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. 7-zip ഫോർമാറ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 7z എന്ന് പറയുന്ന ഫോർമാറ്റ് വന്നിട്ട് ഒരു ആർക്കൈവ് ഫയലാണ്. അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് മാത്രം കാര്യമുള്ളൂ. നമുക്ക് അത് വേണ്ട. നമുക്ക് വേണ്ടത് ഇൻസ്റ്റാളറാണ്. അപ്പോൾ ഇൻസ്റ്റാളർ ക്ലിക്ക് കൊടുക്കുക. അപ്പം ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യം എനിക്കില്ല. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സേവ് ഫയൽ കൊടുക്കുക. ഞാൻ ക്യാൻസൽ ചെയ്യാണ്, കാരണം ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് ഫയർഫോക്സ് ക്ലോസ് ചെയ്യാം. നേരെ നമുക്ക് ഡൗൺലോഡ്സ് ചെല്ലാം. അപ്പോൾ സാധാരണ ഫയർഫോക്സ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിക്കവാറും ബ്രൗസറുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എവിടെയാണ് വന്ന് കിടക്കുന്നത്, ഡൗൺലോഡ്സിനകത്താണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഇങ്ക്സ്കേപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതെടുക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനൊരു വിൻഡോ വരും. നമുക്ക് എസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വന്നിരിക്കുകയാണ്. വെൽക്കം ടു ഇങ്ക്സ്കേപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നെക്സ്റ്റ് കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ഓപ്പൺ സോഴ്സ് ലൈസൻസ് കാണിച്ചിട്ടുണ്ട്. GPL ലൈസൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ലൈസൻസ് എന്നൊക്കെ പറയാറുണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എഗ്രി കൊടുക്കാം. ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൈ ഡിഫോൾട്ട് ഇങ്ക്സ്കേപ്പ് ഡു നോട്ട് ആഡ് ഇസ് ഡയറക്റ്റ് ടു ദ സിസ്റ്റം പാത്ത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആഡ് ഇങ്ക്സ്കേപ്പ് ടു സിസ്റ്റം പാത്ത് ഫോർ ഓൾ യൂസേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതെടുക്കുക. കാരണം നമ്മുടെ ഇഷ്ടംപോലെ യൂസർ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഇങ്ക്സ്കേപ്പ് അവൈലബിൾ ആണോ എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം അത് തന്നെ കൊടുക്കാം. ഇത് കൊടുക്കാതിരിക്കുക. ആഡ് ഇങ്ക്സ്കേപ്പ് ടു സിസ്റ്റം പാത്ത് ഫോർ കറൻറ്റ് യൂസർ എന്ന് പറയുന്നത് അത് കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ യൂസർ അക്കൗണ്ട് മാത്രമായിരിക്കും ഇങ്ക്സ്കേപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂസീവ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുത്തുകൊണ്ട് നമുക്കത് ക്ലിക്ക് കൊടുക്കാം.
ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എവിടെയാണ് ഡെസ്റ്റിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്, എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ പിന്നെയും ചോദിച്ചിരിക്കുകയാണ്. ഇതിനകത്തൊന്നും ഒരു മാറ്റം വരുത്താനല്ല, നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് സമയം എടുത്തു. നമ്മുടെ ഇൻസ്റ്റാളിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുക. നമ്മളിവിടെ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്സ്കേപ്പ് റൺ ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫിനിഷ് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തു, ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ലിനക്സിൽ ഇൻക്സ്കേപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. സാധാരണ രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ സെൻറ്ററിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടെർമിനലിൽ സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഇൻക്സ്കേപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന വേർഷൻ എന്ന് പറയുന്നത് കുറച്ച് പഴയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഏറ്റവും പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം? അപ്പം വളരെ എളുപ്പമാണ്. അപ്പം ഇൻക്സ്കേപ്പിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സൈറ്റ് ചെല്ലുക, inkscape.org. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, മാക്കിൻറ്റോഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്? ലിനക്സ് വേർഷൻ ആണ്. അപ്പോൾ ലിനക്സിൻ്റെ മുകളിൽ കഴ്സർ കൊണ്ടുപോവുക, ഒരു ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതെ ഉള്ളൂ. ഒന്നെങ്കിൽ ആപ്പ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ആപ്പ് ഇമേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇത് പോർട്ടബിൾ ആണ്. ഓക്കെ, ഇപ്പം ഒന്നിൽ കൂടുതൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻക്സ്കേപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഈ ആപ്പ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഒരു പാർട്ടീഷനിലോട്ട് ഇട്ടിട്ട് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറി മാറി എടുത്താൽ മാത്രം മതി. അതുകൂടാതെ തന്നെ നമുക്ക് PPA ഉണ്ട്, പേഴ്സണൽ പാക്കേജ് ആർക്കൈവ്. അത് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇൻക്സ്കേപ്പിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ നമുക്ക് നമ്മുടെ ലിനക്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ, അതായത് നമ്മുടെ ഉബുണ്ടു ലിനക്സിനകത്ത്. അപ്പോൾ നമുക്ക് ആപ്പ് ഇമേജ് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്പ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി തന്നെ ഇൻക്സ്കേപ്പിൻ്റെ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ റൈറ്റ് കൊടുക്കുക. ഇവിടെ റൺ എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ അവിടെ റൺ എന്ന് പറയുന്ന ഓപ്ഷൻ വരികയില്ല. ആ ഓപ്ഷൻ വരാൻ വേണ്ടി ചെയ്യേണ്ടത് പെർമിഷൻസിനകത്ത് ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അലോ എക്സിക്യൂട്ടീവ് ഫയൽ ആസ് എ പ്രോഗ്രാം എന്ന് പറയുന്നിടത്ത് ഒരു ടിക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ ഇവിടെ ടിക്ക് കാണുകയില്ല. ഇപ്പം ടിക്ക് കാണാതിരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. റൈറ്റിൽ കൊടുക്കുക, ഓപ്പൺ കൊടുത്തു. കുഡ് നോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടീസ് എടുത്തു, പെർമിഷൻസ് എടുത്തു, അലോ എക്സിക്യൂട്ടീവ് ഫയൽ ആസ് എ പ്രോഗ്രാം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി റൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ റൺ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് ഇതിനും ക്ലോസ് ചെയ്യാം. നമുക്ക് നോക്കാം ഇനി PPA ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഇൻക്സ്കേപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നേരെയല്ല, പേഴ്സണൽ പാക്കേജ് ആർക്കൈവ് ഫോർ ഉബുണ്ടു. അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കാം. ഈ 3 കമാൻഡുകളാണ് നമുക്ക് റൺ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ പുതിയ ഉബുണ്ടു വേർഷനിലൊന്നും ഈ 3 കമാൻഡുകളൊന്നും റൺ ചെയ്യേണ്ട. ആദ്യം കാണുന്ന കമാൻഡും പിന്നെ രണ്ടാമത്തെ കമാൻഡും റൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. Ctrl+Alt+T പ്രസ് ചെയ്യുക, അപ്പം ടെർമിനൽ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പം നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് നമുക്ക് കോപ്പി ചെയ്യാം. റൈറ്റിൽ കൊടുത്തു, കോപ്പി എടുത്തു, ടെർമിനലിൽ വന്നു, പേസ്റ്റ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം പുതിയൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇത് ഇൻക്സ്കേപ്പ് സ്റ്റേബിൾ PPAs ഇൻറ്റൻറ്റ് ടു പ്രൊവൈഡ് ദ കറൻറ്റ് സപ്പോർട്ട് റിലീസ് ഓഫ് ഇൻക്സ്കേപ്പ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചിരിക്കുകയാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാമെന്നാണ്. അപ്പോൾ എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സൂഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്? ഇപ്പം സാധാരണ ഇതിൽ പുതിയ നമ്മൾ റെപ്പോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു കമാൻഡ് റൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ റെപ്പോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോഫ്റ്റ്വെയർ സോഴ്സസ് ആണ്. എവിടുന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ള കുറച്ച് സോഴ്സസ് ആണ് കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി കാര്യമായിട്ട് പറഞ്ഞ് തന്നെ സമയം കളയുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക, ശേഷം ഈ ഒരു കമാൻഡ് റൺ ചെയ്യാം. അതായത് പുതിയ ഉബുണ്ടു വേർഷനിലൊക്കെ. നിങ്ങളുടെ പഴയ ഉബുണ്ടു ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പഴയ ഉബുണ്ടു വേർഷൻ ആണെങ്കിൽ ദയവ് ചെയ്ത് എത്രയും വേഗം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലരും വന്നിട്ട് പഴയ ഉബുണ്ടു, പഴയ പണ്ട് കാലത്തൊക്കെ ഉള്ള ഉബുണ്ടു, എനിക്ക് 2010 മോഡലൊക്കെ ആയിരിക്കും, ആ ഉബുണ്ടു ഒക്കെ വന്നിട്ട് അതിനകത്ത് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മിക്കവാറും ആ സംശയങ്ങളൊന്നും ചിലതൊന്നും എനിക്ക് സോൾവ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരിക്കും. കാരണം പുതിയ വേർഷനിലൊന്നും ആ ഒരു പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഇൻക്സ്കേപ്പ് എന്ന് പറയുന്നത് കോപ്പി ചെയ്യാം. ഓക്കെ നമ്മൾ അറിയാതെ ഒരു ക്ലിക്ക് കൊടുത്തു അല്ലേ? റൈറ്റിൽ കൊടുത്തു, കോപ്പി കൊടുത്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കൊടുത്താൽ മാത്രം മതി കേട്ടോ.
എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉബുണ്ടു പഴയ വേർഷൻ ആണെങ്കിൽ എത്രയും വേഗം ബൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത LTS വരാൻ പോവുകയാണ് അടുത്ത ഏപ്രിലിൽ. അപ്പോൾ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനകത്ത് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ വീഡിയോ ഞാൻ ആ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ മാക്സിമം ഇടാൻ നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഫയർഫോക്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. കുറച്ച് നാൾ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ റൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻസ്കേപ്പ് എന്നൊന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അതല്ല നമുക്ക് സെർച്ചിനകത്ത് നിന്നിട്ട് ഇൻസ്കേപ്പ് എന്ന് സെർച്ച് ചെയ്താലും മതി. ഇവിടെ ഇൻസ്കേപ്പ് എടുപ്പുണ്ട്, ടെർമിനലിനകത്തായാലും ഇൻസ്കേപ്പ് എന്ന് എടുപ്പുണ്ട്. എന്നിട്ട് ഒരു എൻ്റർ കൊടുത്താൽ ഇൻസ്കേപ്പ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ യൂസർ ഇൻ്റർഫേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇൻസ്കേപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും അവിടെ കമൻറ്റ് ചെയ്യാൻ ഞാൻ മറുപടി തരുന്നതായിരിക്കും. എന്തെങ്കിലും ഇറർ മെസ്സേജോ വല്ലതും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇറർ മെസ്സേജിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം.